أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا أن يبلغ محله ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم ليدخل الله في رحمته من يشاء لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മനുഷ്യൻ്റെ മാർഗദർശനത്തിനായി വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണവുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കണമെന്ന് എല്ലാ ആളുകളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്.
ഖിദ്മത്തുൽ ജുഹൂദുൽ ഉലമാഇ ഫീ ഖിദ്മത്തിസ് സുന്നഹ്. ഹദീസ് ശാസ്ത്രത്തിൽ പണ്ഡിതന്മാരുടെ സേവനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. അല്പമൊക്കെ ഇസ്ലാമികമായ വിഷയങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമായിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഞാനും നിങ്ങളുമൊക്കെ എന്തിനാണ് ഇത്ര ഗഹനമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ഒരു പക്ഷേ പലരും ചിന്തിച്ചിരിക്കും. ഈ സന്ദർഭത്തിലാണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അഥവാ സുന്നത്ത്, ആ സുന്നത്തിനെ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ആളുകൾ പോലും അവമതിക്കുന്ന, അവഗണിക്കുന്ന, പോരാ പരിഹസിക്കുന്ന ഒരു അവസ്ഥ വിശേഷത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുന്ന, ഒരു അവജ്ഞയോടുകൂടി അതിനെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥാവിശേഷം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അബൂദാവൂദും തിർമിദിയും നസായിയും ഇബ്നു മാജയും എന്ന് വേണ്ട കുതുബുസ് സിത്തയും കുതുബുത് തിസ്അയും ഒക്കെ ക്രോഡീകരിച്ച പണ്ഡിതന്മാർ അവർ മനുഷ്യരായിരുന്നു, നമ്മളും മനുഷ്യരാണ്. അവരൊരു ഗ്രന്ഥം എഴുതി, നമ്മൾപ്പെട്ട പല ആളുകളും ഗ്രന്ഥം എഴുതുന്നു. എന്താ നമ്മളും അവരും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് അവരെ തരം താഴ്ത്തുകയും അതുവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽ സംശയം ജനിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. അല്പം കൂടെ അതിര് കടന്ന് ചിന്തിച്ച് മുസ്ലിമായി ജീവിക്കാൻ അങ്ങനെ ഒരു ഹദീസുകളുടെ ആവശ്യമില്ല എന്നും, മറിച്ച് ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പ്രമാണമായി ഖുർആൻ മാത്രം മതി എന്നും വാദിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയ ആളുകളുമുണ്ട്. വേറെ കുറെ ആളുകൾ ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ് എന്ന് വായ കൊണ്ട് പറയുകയും എന്നാൽ പ്രമാണമായി ഒന്നാം സ്ഥാനം നൽകുന്നത് ബുദ്ധിയും പിന്നെ അല്പമൊക്കെ ഖുർആനിന്റെ സൂക്തങ്ങളും പ്രമാണമായി അംഗീകരിക്കുകയും ഹദീസിൽപ്പെട്ട പല കാര്യങ്ങളും പറയുമ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ സാധ്യമല്ല, അത് ദഈഫ് ആയിരിക്കാം, അതല്ലെങ്കിൽ ദഈഫ് ആക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ ഹദീസ് എന്ന് പറയുമ്പോൾ ഇന്നൊക്കെ പല ആളുകളും പല ഭാഷകളിലും പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എഴുതുന്ന പോലെ മുൻകാലത്ത് ജീവിച്ചു പോയ കുറെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചെയ്തു, അംഗീകരിച്ചു എന്ന പേരിൽ എഴുതി കൂട്ടിയ കുറെ, അറബിയിൽ എഴുതി കൂട്ടിയ കുറെ വാക്കുകൾ എന്നതിലപ്പുറം അതിനൊരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞ് ഹദീസിനെ കൊച്ചാക്കുന്ന അവസ്ഥാവിശേഷം. പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യം അല്ലെങ്കിൽ മനുഷ്യ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഹദീസുകളിൽ വന്ന പല കാര്യങ്ങളും, മുഅ്ജിസത്തുകളും അമാനുഷികമായ കാര്യങ്ങളും റസൂലിന്റെ വാക്കുകളുമൊക്കെ അത് കണ്ണടച്ചുകൊണ്ട് തള്ളിക്കളയുകയും തങ്ങളുടെ ബുദ്ധിയുടെ മൂശയിൽ ഇട്ടുകൊണ്ട് ആ ഹദീസുകളെ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്യുന്നു. അവരും പറയുന്നു ഞങ്ങളുടെ പ്രമാണം ഹദീസാണ്, ഖുർആനാണ് എന്ന്. ഈ സന്ദർഭത്തിലാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹദീസ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത്, ഹദീസ് നമ്മളിലേക്ക് കൊണ്ടുവന്നു തന്ന
മഹാന്മാരായ സലഫുകൾ, പണ്ഡിതന്മാര്, അവർ ഈ ഹദീസ് നമ്മൾക്ക് എത്തിച്ചു തരാൻ ചെയ്ത ത്യാഗങ്ങൾ എന്തൊക്കെയാണ്? അവരും ഞാനും നിങ്ങളുമൊക്കെ ഒരേ ഒരു തുലാസിൽ അളക്കേണ്ട ആളുകളാണോ? എന്തെല്ലാം ത്യാഗങ്ങളാണ് ഈ ഇൽമു നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി അവർ ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കൽ അനിവാര്യമാണ്. സഹോദരങ്ങളെ, ആമുഖം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രമാണമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കിൽ നിന്നും ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ. രണ്ടാമതായി, ഈ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അഥവാ ചര്യ. വഅൻസൽനാ ഇലൈക الذിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. പ്രവാചകരെ, നാം താങ്കളിലേക്ക് അദ്ദിക്റിനെ, ഉത്ബോധനത്തെ ഇറക്കിയിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചു കൊടുക്കാൻ, അതിനെ വ്യക്തമാക്കി കൊടുക്കാൻ അദ്ദിക്റിനെ നാം താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതേപോലെ തന്നെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഐ അൽ കിതാബ വസ്സുന്നഹ്. പ്രവാചകന്റെ ജോലി എന്താണ്? ആ സമുദായത്തെ, അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന സമൂഹത്തെ സമുദ്ധരിച്ചത് എങ്ങനെയാണ്? യത്ലു അലൈഹിം ആയാതി, അള്ളാഹുവിന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, കിതാബ്, വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുന്നു. അത് അവസാനിച്ചില്ല. വൽ ഹിക്മ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും അഥവാ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഹദീസും പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ് ഹിക്മത്ത് അല്ലെങ്കിൽ ഹദീസ് എന്ന് പറയുമ്പോൾ? 23 വർഷത്തിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുകൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞ അംഗീകാരങ്ങൾ, ഇതൊക്കെയാണ് പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറയുന്നത്. പ്രവാചകന്റെ ഏതൊരു വാക്കാകട്ടെ, ആ വാക്കുകൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നത്. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നത്. അപ്പോ ഒരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആനെ വ്യക്തമാക്കുന്ന, വിശദീകരിച്ചു കൊടുക്കുന്ന പ്രവാചകന്റെ ചര്യ. ഉദാഹരണമായി അഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമസ്കാരം സമയം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, രൂപം എങ്ങനെയാണ്, എത്ര റക്അത്താണ് എന്നൊക്കെയുള്ള വിശദീകരണം, എന്തിനെല്ലാം സക്കാത്ത് അനിവാര്യമാണ്, എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നിത്യാദി വിശദീകരണങ്ങൾ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽ വ്യക്തമാണ്. ഇത് രണ്ടുമാണ് ഒരു മുസ്ലിമിന്റെ പ്രമാണം. ഖുർആനിൽ ഒരു കാര്യം വന്നാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ ഒരു കാര്യം വ്യക്തമായി വെളിപ്പെട്ടാൽ, സഹീഹായി വന്നാൽ, അത് നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ശരി, അത് കണ്ണടച്ച് വിശ്വസിക്കലും, ആ വിഷയത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്നതിന്റെ പേരിൽ നമുക്ക് മനസ്സിൽ യാതൊരു വിഷമവുമില്ലാതെ കണ്ണടച്ചു സ്വീകരിക്കാൻ, കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാകൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇവിടെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഖുർആൻ എങ്ങനെയാണ് പരിരക്ഷിക്കപ്പെട്ടത്. ഒരു ആയത്ത് ഇറങ്ങുമ്പോഴേക്കും അത് ഹൃദ്യസ്ഥമാക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാവിട്ട് ചലിപ്പിക്കും, ധൃതി കാണിക്കും. അപ്പൊ അള്ളാഹു തന്നെ പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, നിങ്ങൾ അങ്ങനെ ധൃതിപ്പെടേണ്ട ആവശ്യമില്ല, അത് ക്രോഡീകരിക്കലെല്ലാം നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നു. എഴുത്തുകാരാകുന്ന, വഹി എഴുതുന്ന, ഖുർആൻ എഴുതുന്ന സ്വഹായിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവര് അത് എല്ലിലും തോലിലും കല്ലിലും
അത് ഈത്തപ്പനയുടെ ഓലയിലുമായി എഴുതി വെക്കുന്നു. പൊതുവെ ഹൃദയസ്ഥമാക്കുവാനുള്ള കഴിവ് അഗാധമായി ഉള്ള, എഴുത്ത് ശൈലി വളരെ കുറവുള്ള അറബികൾ അത് പെട്ടെന്ന് അള്ളാഹുവിന്റെ കലാം ഹൃദയസ്ഥമാക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ആയത്തിറങ്ങിയാൽ അതിന് ശേഷം ഒരു ആയത്ത് വരുമ്പോൾ അത് എവിടെയാണ് ചേർക്കേണ്ടത് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു കൊടുത്തു. പ്രവാചകന്റെ വിയോഗത്തിന് മുമ്പായി തന്നെ ഖുർആൻ പരിപൂർണമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുർത്തദ്ദുകളുമായുള്ള യുദ്ധത്തിൽ ധാരാളം, യമാമയിൽ വെച്ചുള്ള യുദ്ധത്തിൽ ധാരാളം ആളുകൾ സ്വഹാബിമാർ രക്തസാക്ഷിയായപ്പോൾ ഖുർആൻ ക്രോഡീകരിക്കേണ്ട ആവശ്യതയെക്കുറിച്ച് മഹാന്മാരായ സ്വഹാബിമാർ ചിന്തിക്കുകയും അത് അവസാനം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള 2 ചട്ടകൾക്കിടയിൽ വെച്ച പേജുകൾ വെച്ച രൂപത്തിൽ ഉള്ള മുസ്ഹഫ് ആയിത്തീരുന്നതിലെത്തുകയും ചെയ്യും. അല്ലാതെ അതിന് മുമ്പ് തന്നെ ഖുർആൻ സഹായിമാരുടെ മനസ്സിലും എല്ലുകളിലും തോലുകളിലും എല്ലാം ക്രോഡീകരിച്ചിരുന്നു ആദ്യം മുതൽ അവസാനം വരെ. അത് ഇന്ന് കാണുന്ന ചട്ടയുടെ രൂപത്തിൽ, ചട്ടയിലുള്ള രൂപത്തിലായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തിലാണെന്ന് മാത്രം. ഈ രൂപത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചു. 1-ാം പ്രമാണം. അവിടെ ഒരു ഭാഗത്ത് സഹായിമാർ എഴുതി വെക്കുന്നു, പലരും അധിക ആളുകൾ ഹൃദയസ്ഥമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത രൂപത്തിൽ, അതിൽ മറ്റൊന്നും കൂടിക്കലരാത്ത രൂപത്തിൽ, ഹദീസുകൾ പോലും കൂടിക്കലരാത്ത രൂപത്തിൽ വളരെ വ്യക്തമായി സംരക്ഷിക്കപ്പെട്ടു. തലമുറയായി അതിന്ന് അതേ രൂപത്തിൽ തന്നെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ 2-ാം പ്രമാണമാവുന്ന ഹദീസ്, 2-ാം പ്രമാണം എന്ന് പറയാൻ കഴിയില്ല, പ്രമാണം എന്ന് തന്നെ പറയണം. 1-ാം പ്രമാണം 2-ാം പ്രമാണം എന്ന് പറയേണ്ടതില്ല. പ്രമാണമാവുന്ന ഹദീസ്, ആ ഹദീസ് എങ്ങനെയാണ് ക്രോഡീകരിക്കപ്പെട്ടത്, എങ്ങനെയാണ് പരിരക്ഷിക്കപ്പെട്ടത്, അതിന്റെ സേവനത്തിനു വേണ്ടി ഉലമാക്കന്മാർ, പണ്ഡിതന്മാർ എന്തെല്ലാം ചെയ്തു, അതൊക്കെ ഇപ്പോൾ റസൂലും അതും ഇതൊക്കെ പറഞ്ഞതായിരിക്കും. റസൂലും ഒരു മനുഷ്യനല്ലേ, തമാശ പറഞ്ഞു പലതും പറഞ്ഞു കാണും. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ക്രോഡീകരിക്കേണ്ട, അതത്ര ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഖുർആൻ മാത്രം മതി, ഹദീസ് ഒഴിവാക്കാം എന്നാണോ സ്വഹാബിമാർ മുതൽക്കുള്ള പണ്ഡിതന്മാർ ചിന്തിച്ചത്? അല്ല സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പല സ്വഹാബിമാരും ഹദീസുകൾ പലതും എഴുതി വെച്ചിരുന്നു. അബൂഷ എന്ന് പറയുന്ന സ്വഹാബിക്ക് നിങ്ങൾ ഇന്നത് എഴുതി കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിമാരോട് പറഞ്ഞിട്ടുണ്ട്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ചില ഹദീസുകൾ ക്രോഡീകരിച്ചിരുന്നു, എഴുതി വെച്ചിരുന്നു. പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മുമ്പത്തെ ജീവിതകാലത്ത് തന്നെ ഇന്ന് കാണുന്ന രൂപത്തിൽ സഹായിമാർ, ഒരു 100 സഹായിമാരുണ്ടെങ്കിൽ ആ സഹായിമാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന എല്ലാ ഹദീസുകളും കേട്ടിരുന്നില്ല. കാരണം എല്ലാ ആളുകൾക്കും ജീവിക്കണം, അധ്വാനിക്കാൻ പോകണം, കൃഷി ചെയ്യാൻ പോകണം, കച്ചവടത്തിന് പോകണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില സംസാരങ്ങൾ ചില സഹായിമാർ കേൾക്കും, മറ്റത് ഒരുപക്ഷെ പ്രഗത്ഭരായ ആളുകൾ പോലും കേട്ടിരിക്കില്ല. അവർ പരസ്പരം അറിയിച്ചു കൊടുക്കും, അറിയിക്കാതെയും വരും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം അറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിക്കാൻ, അവിടുത്തെ ദർസുകൾ പഠിക്കാൻ വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും തമ്മിൽ ഒരു തീരുമാനത്തിലെത്തി. ഒരു ദിവസം ഒരാൾ ദർസിന് പോവുക, അതേ ദിവസം അപരൻ അടുത്ത ആള് ജീവിത മഈശത്തിന് വേണ്ടി കച്ചവടത്തിനോ അല്ലെങ്കിൽ കൃഷിക്കോ വേണ്ടി പോകുന്നു. പിന്നീട് അവർ പരസ്പരം എന്തെല്ലാം പഠിച്ചു എന്ന് പങ്കുവെക്കുന്നു. പിറ്റേ ദിവസം മറ്റേ ആള് കച്ചവടത്തിന് പോകുന്നു, ആദ്യത്തെ കച്ചവടത്തിന് പോയ ആള് ദർസിൽ പോകുന്നു. ഇങ്ങനെ പരസ്പരം എന്തെല്ലാം പഠിച്ചു പങ്കുവെക്കുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിക്കാൻ വേണ്ടി സ്വഹാബിമാർ വ്യഗ്രത കാണിച്ചിരുന്നു. സ്വഹാബിമാർ ഹിജ്റ 7 മുതൽ മുസ്ലിമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇനി മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന തീരുമാനത്തോടു കൂടി അദ്ദേഹം ജീവിതത്തിന്റെ മറ്റെല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ പിന്നാലെ തന്നെ നടക്കുന്നു. മദീന പള്ളിയിൽ അഹ്ലു സുഫ എന്ന പേരിൽ അറിയപ്പെടുന്ന പാവപ്പെട്ട ആളുകൾ ജീവിച്ചിരുന്ന പള്ളിയുടെ വരാന്തയിൽ അദ്ദേഹം താമസിക്കുന്നു. പിൽക്കാലത്ത് അദ്ദേഹം പറയുന്നു, പലപ്പോഴും വിശപ്പിന്റെ കാഠിന്യത്താൽ ഞാൻ പ്രവാചകന്റെ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലുള്ള റൗള എന്ന സ്ഥലത്ത് ബോധം കെട്ട് വീണിരുന്നു വിശപ്പിന്റെ കാഠിന്യത്താൽ. എങ്കിലും ഞാൻ റസൂലിന്റെ ഹദീസുകൾ പഠിക്കാനാണ് ശ്രമിച്ചിരുന്നത് എന്നാണ്. ഇത്രമാത്രം പ്രവാചകൻ ഒരു വാക്കങ്ങ് പറഞ്ഞാൽ അത് ഹൃദ്യസ്ഥമാക്കണം, അത് പ്രാവർത്തികമാക്കണം, അത് ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി
വ്യഗ്രത കാണിച്ചിരുന്ന സഹാബിമാർ, അവരൊക്കെ ഇതൊക്കെ ഒരു ഹദീസ് അല്ലേ, അതിനിപ്പോ ഒരു വലിയ സ്ഥാനമുണ്ടോ എന്ന് പറഞ്ഞ് പുറം കാലുകൾ കൊണ്ട് തള്ളിക്കളയുന്നവരായിരുന്നില്ല സഹാബിമാരെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഞാൻ പറഞ്ഞു, എല്ലാ സഹായിമാർക്കും എല്ലാ ഹദീസുകളും കിട്ടിക്കൊള്ളണമെന്നില്ല. പലരും പലതായ ചുറ്റുപാടിലേക്ക് പോകും. എല്ലാവരും 165 ദിവസം 24 മണിക്കൂർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ നടക്കലല്ല ജോലി. അതുകൊണ്ട് പലർക്കും പലതും കിട്ടാതെ വരും, പലർക്കും പലതും കിട്ടും. ഇങ്ങനെയുള്ള സ്വഹാബിമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം, അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ അവരുടെ ഖിലാഫത്തിന് ശേഷം, പ്രത്യേകിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുകയും പേർഷ്യയും റോമും അതേപോലെ തന്നെ മറ്റ് പല പ്രദേശങ്ങളും മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വളരെ വിദൂരമായ പല സ്ഥലങ്ങളും മുസ്ലിം ഭരണാധികാരിക്ക് ഖലീഫക്ക് അധീനമാകുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും ആ സ്ഥലങ്ങളിൽ ഇസ്ലാം പ്രചരിപ്പിക്കണം, ഇസ്ലാമിനെ തനതായ ശൈലിയിൽ അറിയിച്ചു കൊടുക്കണം എന്നതിനു വേണ്ടി സഹാബിമാര് അവർ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട മക്കയും മദീനയും വിട്ടേച്ചുകൊണ്ട് അവർ ഹിജ്റ തന്നെ പോയി. ഷാമിലേക്ക് പോയ ആളുകളുണ്ട്, ഇറാഖിലുള്ള കൂഫയിലേക്ക് പോയ സഹാബിമാരുണ്ട്, ഇറാഖിലുള്ള ബസ്രയിലേക്ക് പോയ ആളുകളുണ്ട്, തെക്ക് ഭാഗത്ത് യമനിലുള്ള സനായിലേക്കും യമനിലേക്കും പോയ സഹായിമാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഹിജ്റ 9 മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസൽ അശ്അരിയെയും റളിയല്ലാഹു അൻഹു അവരെയൊക്കെ യമനിലേക്ക് പ്രബോധകരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തിലേക്ക് ഇസ്ലാമിൽ അതെല്ലാം മുസ്ലിങ്ങൾക്ക് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രയത്നഫലമായി മുസ്ലിങ്ങൾക്ക് അധീനമാകുകയും പിന്നീട് അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കുവാൻ വേണ്ടി പല സഹാബിമാരും അംർ ബിൻ ആസിനെ പോലുള്ള മറ്റ് പല സഹായിമാരും ആ ദേശങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന സഹാബിമാർ ഇപ്പോ മക്കയിൽ അവർ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നില്ല, മദീനയിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നില്ല, മറിച്ച് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്. ഒരു വിഷയത്തെ കുറിച്ചൊരു സംശയം വരുമ്പോ ഖുർആനിൽ പരതുന്നു, അതേപോലെ തന്നെ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അറിയേണ്ട ബാധ്യത അവർക്കുണ്ട്. അവർ പരസ്പരം ചോദിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വിഷയം വരുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയുമെങ്കിൽ പറയുന്നു, ഇല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് ചോദിക്കുന്നു. ഇതേ രൂപത്തിലായിരുന്നു. അങ്ങനെ ഈജിപ്തിലാകട്ടെ, സിറിയയിലാകട്ടെ, ഡമാസ്കസിലാകട്ടെ, കൂഫയിലാകട്ടെ, ബസ്രയിലാകട്ടെ, അവിടെയൊക്കെ ജീവിച്ചിരുന്ന സഹായിമാരുടെ അടുത്തേക്ക് പല വിഷയങ്ങളും വരുന്നു, പുതുതായ പല വിഷയങ്ങൾ, അഹ്കാമുകൾ, അഖീദകൾ, അഖ്ലാഖുകൾ. ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എന്താണ്, പ്രവാചകൻ എന്ത് പറഞ്ഞു, പ്രവാചകൻ എന്ത് പഠിച്ചു എന്ന് പുതുതലമുറ അഥവാ താബിഈങ്ങൾക്ക് അറിയൽ അനിവാര്യമായി. അപ്പൊ സ്വാഭാവികമായും അവര് സഹായിമാരിൽ പഠിക്കുന്നു. ജീവിച്ചിരിക്കുന്ന സഹായിമാരെ കാണുവാനും അവരിൽ നിന്ന് ഹദീസ് മനസ്സിലാക്കുവാനും വേണ്ടി വിദൂര ദിക്കുകളിൽ നിന്നും സഹാബിമാരടക്കമുള്ള പല ആളുകളും അവർ യാത്ര ചെയ്തു. മുൻകാലത്തുള്ള ആളുകളുടെ സലഫുകളുടെ യാത്ര പരിശോധിച്ചാൽ പ്രധാനമായും 3 കാര്യങ്ങൾക്കായിരുന്നു. ഒന്ന്, കച്ചവടത്തിന് വേണ്ടിയുള്ള യാത്ര. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് ഖുറൈശിൽ പറയുന്നുണ്ട്, റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തും ഉഷ്ണകാലത്തും ഖുറൈശികൾക്ക് മക്കയിലുണ്ടായിരുന്ന ആളുകൾക്ക് കച്ചവടത്തിന് വേണ്ടിയുള്ള യാത്രയുണ്ടായിരുന്നു, വടക്ക് ഭാഗത്തുള്ള സിറിയയിലേക്കും തെക്ക് ഭാഗത്തുള്ള യമനിലേക്കും. അപ്പൊ കച്ചവടത്തിന്റെ വഴിയിൽ സഞ്ചരിക്കേണ്ടി വരിക യാത്ര പതിവായിരുന്നു. രണ്ടാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുകയും അവിടെയുള്ള ആളുകൾക്ക് തനതായ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുവാനും വേണ്ടി തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടിരുന്ന മക്ക ഉപേക്ഷിച്ചുകൊണ്ട്, പ്രവാചകൻ ജീവിച്ചിരുന്ന മദീന ഉപേക്ഷിച്ചുകൊണ്ട് ആ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു, ഹിജ്റ പോകേണ്ടി വന്നു. അങ്ങനെയുള്ള യാത്രകൾ. എന്നാൽ മൂന്നാമത്തെ യാത്ര
ആ യാത്ര ഉലമാക്കന്മാർ സലഫുകൾ പണ്ഡിതന്മാർ നടത്തിയിരുന്നത് ഇസ്ലാമികമായ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയായിരുന്നു. പ്രത്യേകിച്ച് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കൂഫയിൽ ഉണ്ടല്ലേ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു ചില ഹദീസുകൾ ഉണ്ടല്ലേ, എങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണണം, അദ്ദേഹത്തിൽ നിന്നും മുഖാമുഖമായ ഹദീസ് കേൾക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞു എന്നറിയണം. അതിനുവേണ്ടി വിദൂര ദിക്കുകളിൽ നിന്നും പല സ്ഥലങ്ങളിലേക്കും സഹായിമാർ യാത്ര പോയി. നിങ്ങൾ നോക്ക്, 1-2 യാത്രകൾ. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മിസ്രിലേക്ക് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്കറിയാം, മദീനയിൽ നിന്നും ഈജിപ്തിലേക്ക് പോകണമെങ്കിൽ ഒന്ന് ചെങ്കടൽ താണ്ടിക്കടക്കണം, കപ്പൽ യാത്ര ചെയ്യണം. അതേപോലെ ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വിദൂരമായ ഈജിപ്തിലേക്ക് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിന്റെ യാത്ര ഞാൻ പറഞ്ഞ മൂന്നാമത് പറഞ്ഞ യാത്രയാണ്, ഒരു ഹദീസ് പഠിക്കുവാൻ വേണ്ടിയാണ്. അദ്ദേഹം ഈജിപ്തിലെത്തി. എന്നിട്ട് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഒരു ഹദീസ് കേട്ടിരിക്കുന്നു, ആ ഹദീസ് നിങ്ങളുടെ കയ്യിലല്ലാതെ ഇല്ല, അതുകൊണ്ട് ആ ഹദീസ് അറിയുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. അങ്ങനെ ഒരൊറ്റ ഹദീസിന് വേണ്ടി മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നു. ഇന്ന് നോക്ക്, ആ വിഷയത്തിൽ സഹായിമാര് ഹദീസ് പഠിക്കാൻ പോയ ത്യാഗം, ഇതൊക്കെ നമ്മൾക്ക് ഇന്ന് സഹീഹുൽ ബുഖാരി നമ്മുടെ കയ്യിലുണ്ട്, പല വർണ്ണത്തിലുള്ള സഹീഹുൽ ബുഖാരി. അതേപോലെ തന്നെ സഹീഹ് മുസ്ലിം ഉണ്ട്, അതിന്റെ ശറഹുകളുണ്ട്. അതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ജമ്മ ചെയ്യാം. ഗ്രന്ഥങ്ങൾ നിരവധി അനവധി ശുറൂഹുകളായിട്ടും മുഖ്തസറായിട്ടും, അതേപോലെ ഉലൂമുൽ ഹദീസിലാട്ടെ മുസ്തലഹുൽ ഹദീസിലാട്ടെ നിരവധി അനവധി ഗ്രന്ഥങ്ങൾ പഴയ കാലത്ത് എഴുതിയ ആളുകളും ഈ കാലത്ത് എഴുതിയ ആളുകളും. ഇന്ന് കാല് വെച്ച് അറബി അറിയുന്ന ആളുകൾക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതിനും സമയമില്ല എങ്കിൽ CD-കളുണ്ട്, ഇസ്ലാം ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള CD-കൾ, ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിനെ കുറിച്ചുള്ള എല്ലാ വിവരം ഒന്നും. എന്നാൽ ആ ഹദീസ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത്? സഹാബിമാരൊക്കെ നമ്മൾ ചെയ്തിരുന്ന പോലെ, അല്ലെങ്കിൽ സലഫുകളൊക്കെ നമ്മൾ ചെയ്തിരുന്ന പോലെ അതിപ്പോ ഹദീസ് അല്ലേ എന്ന് പറഞ്ഞ് പല ആളുകളും കാണിക്കുന്നത് പോലെ അതിനെ നിരോത്സാഹപ്പെടുത്തുകയോ അതിന് താല്പര്യമെടുക്കാതിരിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഹദീസ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് എത്തുകയേ ചെയ്യുമായിരുന്നില്ല. ഇന്ന് പഠിക്കണം എന്നൊരാൾക്ക്, അറബി അറിയുന്ന ഒരാൾക്ക് ഏത് ഹദീസ് ഗ്രന്ഥവും അയാളുടെ റൂമിൽ വെച്ച് നോക്കാൻ കഴിയുന്നു. ഇത്രമാത്രം എളുപ്പമാണ്. അത് എങ്ങനെയാണ് എളുപ്പമായതെന്നാണ്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ ചരിത്രം വിവരിക്കുന്നു. അദ്ദേഹം ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി, അഥവാ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എന്ന് പറയുന്ന സഹാബിയുടെ അടുത്തേക്ക് ഡമാസ്കസിലേക്ക് ഒരൊറ്റ ഹദീസിന് വേണ്ടി യാത്ര പോവുകയാണ്. ഒരു ഹദീസിന് വേണ്ടി. ആരാ യാത്ര പോകുന്നത്? പ്രസിദ്ധ സഹാബി ജാബിർ ബിൻ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. എങ്ങോട്ടാ യാത്ര പോകുന്നത്? മദീനയിൽ നിന്നും അതിവിദൂരമായ ഡമാസ്കസിലേക്ക്, മറ്റൊരു സഹാബിയുടെ അടുത്തേക്ക്. അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയി പറയുന്നു, ഞാൻ വന്നത് ഒരു ഹദീസുൻ ബലഗനി ലം അസ്മഹു, ഒരു ഹദീസ് നിങ്ങളുടെ അടുത്തുണ്ട്, അത് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ആ ഹദീസ് എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ഞാൻ മരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. അതുണ്ടാകാൻ പാടില്ല. ആ ഹദീസ് എനിക്ക് ലഭിക്കണം, അതിന് മുമ്പ് നിങ്ങൾ മരിക്കാൻ പാടില്ല, ഞാനും മരിക്കാൻ പാടില്ല. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ മദീനയിൽ നിന്ന് ഡമാസ്കസിലേക്ക് വരുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് വിവരിച്ചു കൊടുക്കുന്നു. ആ ഹദീസുകൾ ഏതൊക്കെയാണ് എന്ന് വിവരിക്കാൻ നമുക്ക് സമയമില്ല. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അദ്ദേഹം ഗുലാമാണ്, ചെറിയ കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. എന്നാൽ ഹദീസുകൾ ക്രോഡീകരിച്ച സഹായിമാരെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരൊക്കെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്.
അനസ് റളിയല്ലാഹു അൻഹു ആണ്, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പടച്ചവനെ, ഈ കുട്ടിക്ക് നീ ഖുർആനും അതിന്റെ വ്യാഖ്യാനവും പഠിപ്പിച്ചു കൊടുക്കണേ എന്ന പ്രാർത്ഥന. ഇങ്ങനെയുള്ള അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ഒരു പ്രായപൂർത്തിയെത്തി എന്ന് തന്നെ പറയാനായിട്ടില്ല. പക്ഷേ എങ്ങനെ ഇത്രമാത്രം ഹദീസ് കിട്ടി? ഞാനൊരു കുട്ടിയല്ലേ, അതൊക്കെ വലിയ സഹായിമാർ നോക്കിക്കോളും, അവർ പഠിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരുന്നില്ല. അദ്ദേഹം മഹാന്മാരായ സഹായിമാരുടെ അടുക്കൽ പോയി പഠിച്ചു. സെയ്ദ് ബിൻ സാബിത്തിനെ പോലുള്ള ഖുർആൻ എഴുതി വെച്ചിരുന്ന, ഖുർആൻ കാത്തിബുകളിൽപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹായിമാരുടെ അടുക്കൽ ത്യാഗം സഹിച്ചുകൊണ്ട് പഠിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വലൗ അൻശൗ അൻ ഉർസില ഇലൈഹി ഹത്താ യജീഅനി ഫയുഹദ്ദിസ്നി ഫഅൽതു. ഞാൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ആരെങ്കിലും പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു വരണം, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എൻ്റെ അടുത്ത് വരണം, സെയ്ദ് ബിൻ സാബിത്ത് എൻ്റെ അടുത്ത് വരണം, എന്നിട്ട് എനിക്ക് കുറച്ച് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയുമായിരുന്നു. ഞാൻ പറഞ്ഞാൽ അത് അവർ തിരസ്കരിക്കുമായിരുന്നില്ല, കാരണം റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ആളൊക്കെയാണ് ഞാൻ. പക്ഷേ ഇൽമ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാനുള്ളതല്ല. ഇൽമ് കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോകണം, ത്യാഗം സഹിക്കണം. അതുകൊണ്ട് കുന്തു അദ്ഹബു ഇലൈഹി, ഞാനായിരുന്നു ഇൽമു പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരുന്നത്. എന്നിട്ട് വാതിൽ മുട്ടി അധ്യാപകനെ പിന്നെ വേഗം വരാൻ പറ, അങ്ങനെയൊന്നും ആയിരുന്നില്ല. മറിച്ച് ഫഅഖീലു അലാ ബാബിഹി, അവരുടെ വീട്ടു പടിക്കൽ ഞാൻ തൂങ്ങി ഉറങ്ങും. സഹാബി ഇങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ, അദ്ദേഹം വരുന്നത് വരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞു. ഫഅഖീലു അലാ ബാബിഹി ഹത്താ യഖ്റുജ ഇലയ്യ ഫയുഹദ്ദിസ്നി. ആ മഹാനവറുകൾ വീട്ടിന്റെ പുറത്തേക്ക് വരികയും വാതിൽ തുറന്ന് എന്നെ കാണുകയും ചെയ്യുന്നത് വരെ ഞാൻ ക്ഷമയോടുകൂടി ആ വാതിൽ പടിക്കൽ ഇരിക്കുമായിരുന്നു എന്ന് ആരാ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയൊക്കെ സഹാബിമാർക്ക് പോലും ഹദീസ് കിട്ടിയത്. ആ ഹദീസാ പറയുന്നത്. അജുവാക്കാരക്ക് ഇത്രമാത്രം ഗുണം റസൂൽ പറഞ്ഞു എങ്കിൽ ഇതാ 7 കാരക്കല്ല 21 കാരക്ക പിടിച്ചോ, ഒരു കുപ്പി കുരുടാനും ഞാൻ തരാം, എന്നിട്ട് കഴിച്ചു നോക്ക്, മരിക്കൂലേ? ആരാ പറയുന്നത്? ഖുർആനും ഹദീസും ഞങ്ങളുടെ പ്രമാണമാണെന്ന് വായ തോരാതെ സംസാരിക്കുന്ന ആളുകൾ പറയുന്നു. ഈ ഹദീസിൽ ഇത്തരത്തിലുള്ള ഹദീസുകളെ കൊച്ചാക്കുന്നു. ഇങ്ങനെ പല ഹദീസുകളും അവർ പറയുന്നു അവർക്കൊന്നും ഈ ഹദീസ് എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത് എന്നറിയില്ല. ഈ ഹദീസിന് എത്രമാത്രം സ്ഥാനമുണ്ട്, എത്രമാത്രം പദവിയുണ്ട്, പുറംകാല് കൊണ്ട് തട്ടിക്കളയാനുള്ളതാണോ ഹദീസ് എന്നൊന്നും ഇവർക്കറിയില്ല. മറിച്ച് പല ആളുകളും ഗ്രന്ഥം എഴുതുന്ന പോലെ മുൻകാലത്തുള്ള കുറെ അറബി അറിയുന്ന ആളുകൾ ഇങ്ങനെ റസൂൽ ചെയ്തു പ്രവർത്തിച്ചു എന്ന പേരിൽ എഴുതി വെച്ചു എന്നതുപോലെയാണ് പലപ്പോഴും അവരത് മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനൊക്കെ തട്ടിക്കളയുക. ഇതാണോ സഹോദരങ്ങളെ ഒരു മുസ്ലിമിന്റെ ഹദീസ് സ്വീകരിക്കേണ്ട, ഹദീസ് പ്രമാണമായി അംഗീകരിക്കേണ്ട ഒരു മുസൽമാന്റെ ബാധ്യത നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ സഹായിമാരുടെ ഇടയിൽ തന്നെ ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും. സഹായിമാരിൽ ഒരൊറ്റ സംഭവം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് സഹായിമാരുടെ കൂട്ടത്തിൽ വളരെ പ്രഗൽഭനാണ്. ശോഷിച്ച മെലിഞ്ഞ ശരീരപ്രകൃതി ഉണ്ടായിരുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നാളെ പരലോകത്ത് മീസാനിൽ ഉഹദ് പർവ്വതത്തേക്കാൾ കനം തൂങ്ങും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കണക്കാലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുകഴ്ത്തിയ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യമനിൽപ്പെട്ട മുറാദ് ഗോത്രത്തിൽപ്പെട്ട സഫ്വാൻ ഇബ്നു അസാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. യമനിൽപ്പെട്ട വിദൂരമായ യമനിൽ നിന്നും റസൂലിന്റെ അടുത്തേക്ക് വരികയാണ്. ഇത് മാത്രമല്ല, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി യമനിൽ നിന്നും കൂട്ടമായ ആളുകൾ വന്നിരുന്നു എന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ പറയുന്നുണ്ട്. അങ്ങനെ സഫ്വാൻ ബിൻ അസാ റളിയല്ലാഹു അൻഹു എന്നുകൊണ്ട് പറയുന്ന റസൂലേ, ഞാൻ സുദീർഘമായി യാത്ര ചെയ്യുന്ന ആളാണ്, മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. ഫഅഫ്തീനി അലൽ മസ്ഹി അലൽ ഖുഫൈൻ, അതുകൊണ്ട് ഖുഫയിൽ തടവേണ്ട വിധികളെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തരണം, പറഞ്ഞു തരണമെന്ന് മഹാനായ സഫ്വാൻ ഇബ്നു അസാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ അവിടുത്തെ സന്നിധിയിൽ വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി. ഹദീസ് പഠിക്കാൻ ഈ രൂപത്തിൽ അത്യാഗങ്ങൾ അവർ ചെയ്തത്. ഇന്ന്
ഒരു ഹദീസിന്റെ കിതാബ് കാശ് കൊടുത്ത് വാങ്ങാൻ നമുക്ക് മടി. അതൊക്കെ ജാലിയാത്ത് വെറുതെ വരും അല്ലേ? ഒരു ഹദീസിന്റെ ഇസ്ലാമികമായ ഒരു ഗ്രന്ഥം കിട്ടണമെങ്കിൽ അതൊക്കെ ഒരു വെറുതെ കിട്ടണം, ഫ്രീ ആയി കിട്ടണം എന്നൊരു ചിന്തയാണ്. എന്നാൽ ഒരു ഹദീസ് ഗ്രന്ഥമല്ല. ഒരൊറ്റ ഹദീസ് പഠിക്കാൻ വേണ്ടി സ്വഹാബിമാര് മാസങ്ങൾ വഴിദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു എന്ന ആ ചരിത്ര വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സ്വഹാബിമാരുടെ കാലഘട്ടം കഴിഞ്ഞു. താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ ബൃഹത്തായ സ്ഥാനമാണ് അവർ ഹദീസുകൾക്ക് നൽകിയിരുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭാരിച്ച ത്യാഗമാണ് ഹദീസ് പഠിക്കാൻ അവർ ശ്രമിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്ക്, മഹാനായ ആമിർ ഇബ്നു ശഅബി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഹിജ്റ 105 വഫാത്താകുന്നത്. ഹിജ്റ 105 വഫാത്തായ കൂഫക്കാരനായ ആമിർ ഇബ്നു ശഅബി, കൂഫ എന്ന് പറയുമ്പോൾ ഇറാഖിലുള്ള കൂഫ, ആ കൂഫക്കാരനായ ആമിർ ഇബ്നു ശഅബി അദ്ദേഹം തന്റെ ശിഷ്യനായ സ്വാലിഹ് ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഹദീസ് എന്താണ് എന്ന് നമ്മൾ വിവരിക്കുന്നില്ല. അങ്ങനെ ഹദീസ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുന്നു, അഅതീകഹാ ബിഗൈരി ഷൈഇൻ, ഞാൻ നിനക്കിത് ഫ്രീ ആയിട്ടായി ഹദീസ് തരുന്നത്. മനസ്സിലാക്കണം, ഈ ഹദീസ് നിനക്ക് പഠിപ്പിച്ചു തരുന്നത് ഫ്രീ ആയിട്ടാ, നിന്നിൽ നിന്ന് ഒന്നും ഞാൻ വാങ്ങുന്നില്ല. ഖദ് കാന യുർകബു ഫീമാ ദൂനഹാ ഇലൽ മദീന, എന്നാൽ ഇതേപോലെ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി കൂഫയിൽ നിന്നും മദീനയിലേക്ക് അഥവാ 2000-ലധികം കിലോമീറ്ററുകളുള്ള ഈ വഴി ദൂരം സഞ്ചരിക്കുമായിരുന്നു എന്ന കാര്യം നീ മനസ്സിലാക്കണം. ഞാൻ നിനക്ക് ഈ ഹദീസ് തരുന്നത്, ഒരൊറ്റ ഹദീസ് തരുന്നത് ഫ്രീ ആയിട്ടാണ് എന്ന് മഹാനായ ആമിർ ഇബ്നു ശഅബി അദ്ദേഹത്തിന്റെ ശിഷ്യനായ സ്വാലിഹ് ഇബ്നു ഹയ്യാനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരൊറ്റ ഹദീസിന് വേണ്ടി അവർ സഹിച്ച ത്യാഗം. അതേപോലെ തന്നെ അബുൽ ആലിയ പറയുന്നു, അദ്ദേഹം ഹിജ്റ 93 വഫാത്താകുന്നത്. ധാരാളം സഹായിമാരെ കണ്ട പ്രഗത്ഭനായ വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി, അദ്ദേഹം ബസറക്കാരനാണ്, ഇന്ന് ഇറാഖിലുള്ള ബസറക്കാരനാണ്. ആ ബസറയിൽ ധാരാളം സഹായിമാർ ജീവിച്ചിരുന്നു. അവരിൽ നിന്ന് അതേപോലെ തന്നെ പിൽക്കാലത്തുള്ള താബിഈങ്ങളിൽ നോക്കിയായി പല ഹദീസുകളും ഞാൻ കേട്ടിരുന്നു. എന്നാൽ അവര് പറഞ്ഞ ആ താബിഈ പറഞ്ഞൊരു ഹദീസ് മദീനയിൽ അത് പഠിപ്പിച്ചു തരാൻ, അതേ ഹദീസ് പഠിപ്പിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സ്വഹാബിയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാൽ ഞങ്ങൾ പഠിച്ച ഹദീസാകട്ടെ അത് താബിയിൽ നിന്നല്ല പഠിച്ചത്, അതിനേക്കാൾ റസൂലുമായി അടുപ്പമുള്ള, റസൂലിനെ കണ്ട, റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബി മദീനയിലുണ്ടല്ലോ, അതുകൊണ്ട് ആ പഠിച്ച ഹദീസ് തന്നെ വീണ്ടും പഠിക്കാൻ വേണ്ടി ബസറയിൽ നിന്നും മദീനയിലേക്ക് ഞങ്ങൾ പോകുമായിരുന്നു എന്നാണ്. എന്നിട്ട് അവരുടെ വായിലൂടെ ഞങ്ങൾ കേൾക്കും, അവരുടെ വായിൽ നിന്നും കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ത്യാഗം സഹിക്കുമായിരുന്നു എന്നാണ്. മദീനയിൽ ജീവിച്ച താബിഈങ്ങളിൽ പ്രഗത്ഭനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധാരാളം ഹദീസുകൾ പഠിച്ച മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയുന്നു, കുൻതു ലഅസീറുൽ ലയാലി വൽ അയ്യാം, ഞാൻ എത്രയോ ദിനരാത്രങ്ങൾ സഞ്ചരിക്കുമായിരുന്നു, ഫീ ത്വലബിൽ ഹദീസിൽ വാഹിദ്, ഒരൊറ്റ ഹദീസ് മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട്. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിലെ 7 പ്രഗത്ഭരായ പണ്ഡിതന്മാരെ എണ്ണുകയാണെങ്കിൽ അതിൽപ്പെട്ട ഒരു മഹാനവറുകളാണ് സഈദ് ഇബ്നു മുസയ്യിബ്. അദ്ദേഹം പറയുന്നു, ഒരു ഹദീസിന് വേണ്ടി രാവും പകലും ഉറക്കമൊഴിച്ചുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുമായിരുന്നു എന്നാണ് മഹാനായ ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ ത്വബഖാത്തിൽ ഉദ്ധരിക്കുകയാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ താബിഈങ്ങളുടെ കാലഘട്ടത്തിലും നിരവധി സംഭവങ്ങൾ കാണാൻ കഴിയും. ഹിജ്റ 104 വഫാത്തായ ബസറക്കാരനായ അബൂ ഖിലാബത്തുൽ ജുർമി പറയുന്നു, ഞാൻ ഒരിക്കൽ മദീനയിൽ 3 ദിവസം താമസിച്ചു. എന്തിനാ ഞാൻ അങ്ങോട്ട് മദീനയിലേക്ക് പോയത്? മാലി ബിഹാ ഹാജത്തുൻ ഇല്ലാ ഖുദൂമ റജുലിൻ ബലഗനി അൻഹുൽ ഹദീസ്, ആ മദീനയിലേക്ക് ഒരാൾ വരുന്നുണ്ട് എന്നെനിക്ക് വിവരം കിട്ടി. അദ്ദേഹത്തെ കാത്ത് ഞാൻ നിൽക്കുകയാണ്. 3 ദിവസം ഞാൻ മദീനയിൽ തങ്ങുകയാണ് അദ്ദേഹവുമായി കണ്ടുമുട്ടാൻ. എന്താ, വല്ല കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാനുണ്ടോ, വല്ല കച്ചവട കാര്യം ചർച്ച ചെയ്യാനുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ അടുക്കൽ ഹദീസ് ഉണ്ട് എന്ന വിവരം
എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹദീസ് ലഭിക്കാൻ വേണ്ടി, ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി മദീനയിൽ ഞാൻ 3 ദിവസം തങ്ങിയുണ്ടായി എന്ന് മഹാനായ അബൂ ഖിലാബത്തുൽ ജുറമി അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. മക്ഹൂൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹിജ്റ 118 വഫാത്താകുന്നത്. അദ്ദേഹം അടിമയായിരുന്നു, ഈജിപ്തിൽ വെച്ച് മോചിപ്പിക്കപ്പെട്ടു. അദ്ദേഹം പറയുന്നു, ഞാൻ മദീനയിൽ പോയിട്ടുണ്ട്. അതൈതുൽ ഇറാഖ ഫലം അദാ ബിഹാ ഇൽമൻ ഇല്ലാ അഹ്വൈതു. ഇറാഖിൽ ഞാൻ പോയി, അവിടെയുള്ള ഇൽമെല്ലാം ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഞാൻ മദീനയിൽ പോയി, മദീനയിലുള്ള ഇൽമെല്ലാം ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഷാമിലേക്ക് അഥവാ സിറിയയിലേക്ക് ഞാൻ പോയി, അവിടെ നിന്നുള്ള പണ്ഡിതന്മാരെ കണ്ട് അവരിൽ നിന്നുള്ള വിജ്ഞാനമെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പോലും പറയാനുള്ള ധൈര്യം കാണിച്ച ധൈര്യമുള്ള മഹാന്മാരായ താബിഈങ്ങളുണ്ടായി. സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഹദീസ് എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ വിഷയമല്ല എന്ന് അവരൊക്കെ മനസ്സിലാക്കിയിരുന്നു. തങ്ങളുടെയൊന്നും ബുദ്ധിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എങ്കിൽ അതിനത്ര വലിയ സ്ഥാനവുമൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നവരായിരുന്നില്ല മഹാന്മാരായ താബിഈങ്ങൾ എന്നുള്ളതാണ്. ചില സംഭവങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഹിജ്റ 176 വഫാത്തായ മഹാനായ ഇബ്നു ഫർഖൂൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ ഒരിക്കൽ കൂഫയിലേക്ക് പോയി. ആ കൂഫയിൽ മഹാനായ ആമഷ് എന്ന് പറയുന്ന പണ്ഡിതനുണ്ട്. ആമഷ് വഫാത്താകുന്ന ഹിജ്റ 148. അങ്ങനെ എന്റെ ലക്ഷ്യം ആമഷിൽ നിന്നും ഹദീസ് കേൾക്കലാണ്. പക്ഷേ ആമഷ് കൂഫയിലെത്തിയപ്പോൾ എനിക്കൊരു വിവരം കിട്ടി, അല്പകാലമായി മഹാനായ ആമഷ് റഹ്മത്തുള്ളാഹി അലൈഹി വിദ്യാർത്ഥികളോടുള്ള കോപം നിമിത്തം ഹദീസ് ഇപ്പൊ പറയുന്നില്ല എന്ന്. ചില വിദ്യാർത്ഥികൾ ക്ലാസ് എങ്ങനെ കട്ട് ചെയ്യാം എന്നതിന്റെ പേരിലുള്ള തർക്കമാണ്. എന്നാൽ അന്ന് കാലത്ത് മുഹദ്ദിസിനെ, ആലിമിനെ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളായിരുന്നു അവർ. ആ ആലിമിന്റെ പിന്നിൽ നിന്നും പോവുകയില്ല, ഹദീസ് പഠിക്കുക തന്നെ. ഒരു ഒഴിവ് കൊടുക്കാൻ കഴിയാത്ത രൂപത്തിൽ പല മുഹദ്ദിസീങ്ങളും പല ആലിമീങ്ങളും ഇനി മുതൽ ഇവരോട് ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. വീട് പൂട്ടിയ താബിഈങ്ങളുണ്ട്, വീട് പൂട്ടിയ ഉലമാക്കന്മാരുണ്ട്. വിദ്യാർത്ഥികളുടെ ശല്യം കാരണം, ആ ശല്യം കാരണം മഹാനായ ഇബ്നു ഫർഖൂൻ കൂഫയിലേക്ക് പോകുമ്പോ അദ്ദേഹം അഥവാ അഅ്മശ് ഹദീസ് ഒന്നും പറയുന്നില്ല എന്ന വാർത്തയാണ് കിട്ടുന്നത്. എന്തു ചെയ്യും? വിദൂരമായി യാത്ര ചെയ്തു വന്നിരിക്കുന്നു. അദ്ദേഹം വേവലാതിപ്പെട്ടുകൊണ്ട് മഹാനായ അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടുപടിക്കലിരിക്കുകയാണ്. യാത്ര ചെയ്ത ക്ഷീണമുണ്ട്, ഒരു ഹദീസ് ലഭിക്കുകയില്ലല്ലോ എന്ന പ്രയാസമുണ്ട്. ആ സന്ദർഭത്തിൽ ഇദ്ദേഹം വരുന്നത്, അഥവാ ഇബ്നു ഫർഖൂൻ വരുന്നത് ഇന്നത്തെ സ്പെയിനിൽ നിന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഈജിപ്ത് കഴിയണം, ടുണീഷ്യ കഴിയണം, ഈജിപ്ത് കഴിയണം, ലിബിയ കഴിയണം, ടുണീഷ്യ കഴിയണം, അൽജീരിയ കഴിയണം, മൊറോക്കോ കഴിയണം, ജിബ്രാൾട്ടർ കടൽ കഴിയണം, പിന്നെ തൊട്ടടുത്ത് യൂറോപ്പാണ്. ആ യൂറോപ്പിൽപ്പെട്ട പോർച്ചുഗലിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് സ്പെയിൻ. ആ സ്പെയിനിൽ നിന്നാണ് വരുന്നത്. എന്തിന്? ഹദീസ് പഠിക്കാൻ സ്പെയിനിൽ നിന്ന്. അങ്ങനെ വിദൂരമായി ഇറാഖിൽ എത്തുമ്പോഴാണ് വിവരം കിട്ടുന്നത്, ഇതാ ഈ ആലിം ഹദീസ് പറയുന്നില്ല, ഇതിലപ്പുറം എന്ത് പ്രയാസമുള്ളത്. അങ്ങനെ കുറെ ദിവസം വീട്ടുപടിക്കൽ നിൽക്കുമ്പോൾ ഒരിക്കൽ വാതിൽ തുറക്കപ്പെട്ടു. അപ്പോൾ ഒരു പെൺകുട്ടി വരുന്നു, അടിമ സ്ത്രീ വരുന്നു. അവർ ചോദിക്കുന്നു, എന്താ ഇവിടെ വീട്ടുപടിക്കൽ? അല്ലാഹുവിന്റെ അത്ഭുതം എന്ന് പറയട്ടെ, ചരിത്രങ്ങൾ കാണാം. ഈ പെൺകുട്ടി ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഏത് നാട്ടുകാരനാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഫ്രിക്കക്കാരനാണ്. എവിടെയാണ്? കൈറുവാൻ എന്ന സ്ഥലം നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൈറുവാൻകാരനാണ്. ആ കുട്ടി ചോദിക്കുന്നു, ഇബ്നു ഫർഖൂൻ എന്ന ആളെ കേട്ടിട്ടുണ്ടോ? ആ ആള് തന്നെയാണ് ഞാൻ. അപ്പൊ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി, മുമ്പ് കാലത്ത് ഈ കുട്ടി ചെറിയ കുട്ടിയായിരിക്കെ, ഈ അടിമ സ്ത്രീ ചെറിയ കുട്ടിയായിരിക്കെ ഇബ്നു ഫർഖൂന്റെ വീട്ടിൽ ഇവര് നിന്നിട്ടുണ്ട്. അങ്ങനെ ഉടനെ ഈ വിവരം പോയിക്കൊണ്ട് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ അടിമ സ്ത്രീ ആമസിനെ വിവരം അറിയിക്കുന്നു. ഏതായാലും ഇത്രമാത്രം പ്രയാസം സഹിച്ചു കൊണ്ടുവന്ന ഇബ്നു ഫർഖൂന്
ആമശ് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ചരിത്രമാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. ഒരു ഹദീസിന് വേണ്ടി സ്പെയിനിൽ നിന്നും ഇറാഖിലേക്ക് പോയി എന്നാണ്. ഇങ്ങനെ മുൻകാലത്ത് കഴിഞ്ഞു പോയ സലഫുകളുടെ ഉലമാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഹദീസ് ലഭിക്കാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ത്യാഗങ്ങൾ അവർ ചെയ്യും. അതിൽ ചില നിസാരമായ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. നമുക്കൊക്കെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് അറിയാമല്ലോ. ഹിജ്റ 241 അദ്ദേഹം വഫാത്താകുന്നത്. ഇന്ന് മുസ്നദ് അഹ്മദ് 30,000-ലധികം ഹദീസുകളുള്ള മുസ്നദ് അഹ്മദ് ഏതൊരാൾക്കും വായിക്കാൻ ലഭിക്കും, ഏതൊരാൾക്കും വാങ്ങാനും കിട്ടും. എങ്ങനെയാ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം പള്ളിയിലിരുന്ന് കുറെ എഴുതി കൂട്ടി ഇതാ വായിച്ചോളും, ഇതാണ് മുസ്നദ് എന്ന് പറഞ്ഞ് കിട്ടിയതാണോ? അല്ല. അദ്ദേഹം 16 വയസ്സുള്ളപ്പോ ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര പോയിട്ടുണ്ട്. ഇൽമു പഠിക്കാൻ വേണ്ടി ബാഗ്ദാദുകാരനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നു, ഹദീസ് പഠിക്കാൻ വേണ്ടി കൂഫയിലേക്ക്, ബസ്രയിലേക്ക്, മക്കയിലേക്ക്, യമനിൽപ്പെട്ട സൻആയിലേക്ക്, മൊറോക്കോയിലേക്ക്, അൾജീരിയയിലേക്ക്, മദീനയിലേക്ക്, അതേപോലെ പേർഷ്യയിലേക്ക്, ഖുറാസാൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനോ റഷ്യയിലേക്കോ, അതേപോലെ തന്നെ ബാഗ്ദാദിലേക്ക്, ഈ ഇങ്ങനെ സ്ഥലങ്ങളിലേക്കെല്ലാം ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, എന്റെ കയ്യിലെങ്ങാനും 90 ദിർഹം ഉണ്ടായിരുന്നുവെങ്കിൽ റയ്യിലേക്ക്, റഷ്യയിലുള്ള റയ്യിലേക്ക് അന്ന് ഞാൻ പോകുമായിരുന്നു. പക്ഷേ ഒരു 90 ദിർഹം എന്റെ കയ്യിലില്ലാത്ത കാരണത്താൽ എനിക്കന്ന് പോകാൻ കഴിഞ്ഞില്ല എന്നാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ഇബ്നു ജൗസി പറയുന്നു, ത്വാഫൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ദുനിയ മറത്തൈൻ. ഹദീസ് പഠിക്കാൻ വേണ്ടി മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ദുനിയാവ് 2 പ്രാവശ്യം ചുറ്റിന്ന. ദുനിയാവ് എന്ന് പറഞ്ഞാല് പിന്നെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എന്നല്ല, ഈ ഇസ്ലാമിക സാമ്രാജ്യം എവിടെയെല്ലാം ഉണ്ടോ, ഈ പറഞ്ഞ കൂഫ, ബസ്ര, ബാഗ്ദാദ്, സിറിയ, മക്ക, മദീന, ഈജിപ്ത്, അതേപോലെ തന്നെ യമൻ, വടക്ക് ഭാഗത്താണ് ഖുറാസാൻ, മാവറ നെഹ്ർ, റയ്യ്, സജിസ്ഥാൻ, ഇങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം ഇൽമു പഠിക്കാൻ വേണ്ടി 16 വയസ്സ് മുതൽ യാത്രയാണ്. അങ്ങനെ 2 പ്രാവശ്യം അങ്ങനെ ആണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മുസ്നദ് അഹ്മദ് എന്ന പേരിൽ ഹദീസ് ക്രോഡീകരിക്കാൻ കഴിഞ്ഞത്. ഇന്ന് യാതൊരു പ്രയാസമില്ലാതെ മുസ്നദ് അഹ്മദ്, ആ ഹദീസ് ലഈഫാണല്ലോ, ഈ ഹദീസ് സ്വീകാര്യമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും ഇമാം അഹ്മദും ഒരുപോലെ തന്നെയാണ് എന്ന ഒരേ ചരടിൽ കോർക്കാൻ വേണ്ടി തത്രപ്പാട് കാണുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെയും. അതേപോലെ തന്നെ ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 276 അദ്ദേഹം വഫാത്താകുന്നത്. ഞാൻ ഈ വർഷം പറയുന്നത് ഇന്നോ ഇന്നലെയോ ജീവിച്ച ആളുകളല്ല ഇവര്. ഒന്നുകിൽ താബിഈങ്ങളോ അല്ലെങ്കിൽ താബിഈങ്ങളോ അഥവാ ആദ്യത്തെ 3 തലമുറക്കാരുടെ ഉള്ളിൽ ഉൾപ്പെട്ട മഹാന്മാരായ ആളുകളാണ്. ബഖീ ഇബ്നു മഖ്ലദ് അദ്ദേഹം ഇതേപോലെ തന്നെ അന്തലസുകാരനാണ്. അന്തലസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്പെയിൻ. ഞാൻ പറഞ്ഞു യൂറോപ്പിന്റെ പടിവാതിൽക്കലാണ്. താരിഖ് ജിബ്രാൾ കടലും കഴിഞ്ഞ്, ആഫ്രിക്ക കഴിഞ്ഞ്, ജിബ്രാൾ ഉൾക്കടലും കഴിഞ്ഞ് യൂറോപ്പിന്റെ തുടക്കം സ്പെയിൻ. ആ സ്പെയിൻ ഒരു കാലത്ത് മുസ്ലിങ്ങൾക്ക് അധീനമായിരുന്നു. ഇന്നും സ്പെയിനിൽ മുസ്ലിങ്ങളുടെ സംഭാവനകളും മുസ്ലിങ്ങളുടെ ചരിത്ര സ്മാരകങ്ങളും ഇന്നും നിലനിൽക്കുന്നു. ആ നാട്ടുകാരനാണ് ബഖീ ഇബ്നു മഖ്ലദ്. അദ്ദേഹം ബാഗ്ദാദിലുള്ള അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്തേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി വരിക. ചരിത്രം വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ ഇമാം അഹ്ലുസുന്നഹ്, അഹ്ലുസുന്നയുടെ ഇമാം എന്ന പേരിലാണ് മഹാനായ അവറുകൾ അറിയപ്പെടുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെ ദീനിന്റെ വിഷയത്തിന് വേണ്ടി പരീക്ഷണങ്ങൾ സഹിച്ച മറ്റൊരു ഇമാം കഴിഞ്ഞു പോയിട്ടില്ല. ഇസ്ലാമിലേക്ക് ക്രൈസ്തവരുടെ തത്വചിന്ത
റോമുകാരുടെ തത്വചിന്ത കടന്നു വന്നപ്പോ ഖുർആനിനും സുന്നത്തിനും ഒന്നാം സ്ഥാനം നൽകുന്നതിന് പകരം തത്വചിന്ത തലയിലേറ്റിയ പല ആളുകൾക്കും ഇസ്ലാമികമായ ചില കാര്യങ്ങളെ തള്ളിക്കളയേണ്ടി വന്നു. ആ കാലഘട്ടത്തിലാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്നത്. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ച വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ എന്നതാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ഖുർആൻ എന്ന് പറയുമ്പോൾ ചട്ടകൾക്കിടയിൽ വെച്ച ഈ പേപ്പർ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഖുർആൻ എന്ന് പറയുമ്പോൾ കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ്. ആ അള്ളാഹുവിന്റെ കലാമ് അള്ളാഹുവിന്റെ സിഫത്താണ്, വിശേഷണമാണ്. അതുകൊണ്ട് ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറയാൻ പാടില്ല. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ തത്വചിന്ത തലയിലേറ്റിയ പണ്ഡിതന്മാരും അവരെ സഹായിച്ച ഭരണാധികാരികളുമൊക്കെ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയുകയും ഖുർആൻ സൃഷ്ടിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ മാരകമായി പീഡിപ്പിക്കുകയും ചെയ്തു. മുഹമ്മദ് ബിൻ നൂഹിനെ പോലുള്ള പണ്ഡിതന്മാരെ പീഡിപ്പിച്ച് കൊന്നു. ഭരണാധികാരികളായ മഅ്മൂനിന്റെ, ഹാറൂൺ റഷീദിന്റെ കാലത്തിന് ശേഷം ആ മഅ്മൂൻ ഇത്തരത്തിലുള്ള ബിദ്ഈ കക്ഷികൾക്ക് ശക്തിയും ഊർജവും പകർന്നു കൊടുത്ത ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പീഡിപ്പിക്കപ്പെട്ടു. അയാളുടെ മരണത്തിന് ശേഷം വന്ന അൽ മുഅ്തസിം, അയാളും ഇതേ ചിന്താഗതിക്കാരനാണ്. ഖുർആൻ സൃഷ്ടിയാണ്, ഖുർആൻ എങ്ങാനും സൃഷ്ടിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കാരാഗ്രഹത്തിൽ അടക്കുകയും അത്തരത്തിലുള്ള പണ്ഡിതന്മാർക്ക് സ്ഥാനം കൊടുക്കാതിരിക്കുകയും ക്ലാസ് എടുക്കാൻ അധികാരം കൊടുക്കാതിരിക്കുകയും അടിച്ച് ശരിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അടി കിട്ടി മഹാനായ അഹ്മദ് ബിൻ ഹംബൽ എത്രയോ തവണയാണ് ബോധം കെട്ടത്. എത്രയോ മാസങ്ങളാണ്, 28 മാസമാണ് അദ്ദേഹം ജയിൽ കഴിഞ്ഞത്. എന്ത് പറഞ്ഞിട്ട്? സത്യം പറഞ്ഞതിന്റെ പേരിൽ. പിന്നീട് വന്ന വാസിഖ് എന്ന് പറയുന്ന ഭരണാധികാരിയും ഇതേ ചിന്താഗതി. ഈ കാലഘട്ടത്തിലാണ്, അഥവാ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ പീഡിപ്പിക്കുന്നു. അദ്ദേഹത്തിന് വീട്ടു തടങ്കലാണ്, പുറത്തേക്ക് പോകാൻ പാടില്ല. ആരെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന കണ്ണുകളാണുള്ളത്. ഈ കാലഘട്ടത്തിലാണ് സ്പെയിനിൽ നിന്നും ബഖീബിൻ മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് പഠിക്കാൻ വേണ്ടി അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാട്ടിലേക്ക് വരുന്നത്. ബാഗ്ദാദിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നത്. ഈ ഖൽഖുൽ ഖുർആനെ കുറിച്ചുള്ള പ്രശ്നവും അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിഷയവും അദ്ദേഹത്തിന് ഹദീസ് പറയാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളെല്ലാം നിർത്തിവെക്കപ്പെട്ടിരിക്കുന്നുവെന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നുമെല്ലാം വിഷയം അറിയുന്ന അപ്പോഴാണ്. എന്തു ചെയ്യും? അദ്ദേഹം അന്ന് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് റൂം എടുക്കുകയും തന്റെ യാത്രാ പാതയങ്ങളെല്ലാം ഒരു സ്ഥലത്ത് വെച്ച് അവിടെ ഉണ്ടായിരുന്ന ജാമിഉൽ കബീറിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഉണ്ടാവും അതേപോലെ വലിയൊരു സദസ്സ്. അത് മഹാനായ യഹ്യ ബിൻ മഈൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യൻ. നമുക്ക് വെറും ഒരു ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഏറി വന്ന ബുഖാരി മുസ്ലിം അറിയാം, ഏറി വന്ന അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, ഇവരൊക്കെ ഈ ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ അവരെക്കാൾ മഹാന്മാരായ അവരുടെ ഉസ്താദുമാർ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ജർഹ് വ തഅദീലിലും മുസ്തലഹ് ഹദീസിലൊക്കെ അഗ്രഗണ്യരായ എത്രയോ ആയിരക്കണക്കിന് മുഹദ്ദിസീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രഗത്ഭനാണ് അലി ബിൻ മദീനിയെ പോലുള്ള, യഹ്യ ബിൻ മഈനെ പോലുള്ള വ്യക്തിത്വങ്ങൾ. യഹ്യ ബിൻ മഈൻ ഹിജ്റ 233 വഫാത്താകുന്നത്. അപ്പൊ യഹ്യ ബിൻ മഈന്റെ സദസ്സാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ബേക്കിലിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഉസ്താദിന്റെ അടുത്ത് ചെറിയൊരു സ്ഥലം, ഞാൻ ഉടനെ ചാടി അങ്ങോട്ടിരുന്നു. എത്രയോ കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ടാണ് ഞാൻ വരുന്നത്. വളരെ ആദരപൂർവ്വം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വളരെ വിദൂരതയിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് എനിക്കൊരു ചോദ്യമുണ്ട്, അതിന് സാവകാശം തരണം. അങ്ങനെ ഹദീസ് നിവേദന ശാസ്ത്രത്തിലെ റിവായത്തിലെ റാവിമാർ അഥവാ സനദിൽപ്പെട്ട ചില റാവിമാരെ കുറിച്ച് ചോദിച്ചു, ഇയാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ റാവി അയാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ചില റാവിമാരെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഇത് കണ്ടപ്പോൾ വേറെയും കുറെ കുട്ടികളുണ്ടല്ലോ, വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർക്ക് അവകാശം വേണ്ടേ? അവരൊക്കെ ഒച്ചയും വിളിയിടാൻ തുടങ്ങി. ഞങ്ങൾക്കും സംശയമുണ്ട്, നിങ്ങൾ മാത്രം ഇങ്ങനെ അവകാശം നേടിയാലോ? അതേപോലെ ഒരാളെ കുറിച്ച് പോലും ഞാൻ ചോദിക്കട്ടെ, ഹിഷാബ് ഇബ്നു അമ്മാറിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഹിജ്റ 245 വഫാത്തായ റായിമാരുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായ ആളാണ്.
യഹ്യ ഇബ്നു മഈൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സാഹിബു സ്വലാത്തിൻ ദിമഷ്ഖിൻ സിഖത്തിൻ വഫൗഖ സിഖ, അദ്ദേഹം നല്ല നമസ്കാരത്തിന്റെ ഉടമയാണ്, ദമാസ്കസുകാരനാണ്, അതേപോലെ തന്നെ സിഖത്താണ്. സിഖത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഹദീസ് കണ്ണടച്ച് സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാണ്. പണ്ട് കാലത്തൊക്കെ വെറും കർമ്മശാസ്ത്രത്തിന്റെയോ അഖീദയുടെയോ വിഷയം മാത്രമല്ല പഠിക്കലുണ്ടായിരുന്നത്. മുഹദ്ദിസീങ്ങൾ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ കാര്യമായും അവർ പഠിച്ചിരുന്നത് റാവിമാരുടെ ചരിത്രമാണ്. ഈ റാവിന്റെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ റാവിയെ കുറിച്ച് അഭിപ്രായം എന്താണ്? ഇങ്ങനെ റാവിമാരെ കുറിച്ച് അതിന് ജർഹ് വ തഅദീൽ എന്നാണ് പറയുക. ജർഹ് വ തഅദീൽ പഠിക്കലായിരുന്നു കാര്യമായ ജോലി. കാരണം ഈ റാവിമാര് കള്ളന്മാരാണെങ്കിൽ ഇനി പറയാനുള്ള ഹദീസിനെ കുറിച്ച് പഠിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമായി റാവിമാരെ കുറിച്ച് ചോദിക്കലായിരുന്നു. ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ള വിദ്യാർത്ഥികളൊക്കെ കോലാഹലം ഉണ്ടാക്കാൻ തുടങ്ങി. അവസാനം ഒരു ചാൻസ് കൂടെ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? മഹാനായ യഹ്യ ഇബ്നു മഈൻ പറയുന്നു, ഇത് ഒരത്ഭുതത്തോടു കൂടിയാണ് യഹ്യ ഇബ്നു മഈൻ ഇങ്ങനെ നോക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ, എന്നെ പോലുള്ള ആളാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഇന്നഹു ഇമാമുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഇമാമാണ് അദ്ദേഹം. വഖൈറുഹും വഫാദിലുഹും, ഏറ്റവും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറും ഏറ്റവും ഉത്തമനാകുന്നു അദ്ദേഹം എന്നാണ്. ഇതും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആര് പറയുന്നു? ബഖീ ഇബ്നു മഖ്ലദ് ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ ബാഗ്ദാദിൽ അന്വേഷിച്ച് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട് കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ വീടിൽ മുട്ടുകയുണ്ടായി. എങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, അദ്ദേഹത്തിന് ഇനിയും പരിചയമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ അബാ അബ്ദുല്ലാ റജുലുൻ ഗരീബുദ്ദാർ, അബൂ അബ്ദുല്ല, ഒരു വിദേശിയാണ്, ഈ നാട്ടിലേക്ക് ഞാൻ ആദ്യമായി വരികയാണ്, അള്ളാഹുവിന്റെ ഷറഫാക്കപ്പെട്ട ഹദീസ് പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നാങ്ങളെ ലക്ഷ്യം വെച്ച് മാത്രമാണ് ഞാൻ യാത്ര ചെയ്തിരിക്കുന്നത്, ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യവും എനിക്കില്ല. ഇത് പറഞ്ഞപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഈ കോലായിലേക്ക് വരാന്തയിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എവിടുന്നാ വരുന്നത്? അദ്ദേഹം പറഞ്ഞു, അൽ മഗ്രിബുൽ അഖ്സ, വളരെ വിദൂരതയിൽ യൂറോപ്പിന്റെ തുടക്കത്തിൽ നിന്നാണ്, അഥവാ ആഫ്രിക്കയിൽ നിന്നാണോ? അല്ല, ആഫ്രിക്കയുടെയും അപ്പുറത്തു നിന്നാണ് ഞാൻ വരുന്നത്. കടലെല്ലാം കടന്നുകൊണ്ടാണ് ഞാൻ വരുന്നത്, ഉന്ദുലസിൽ നിന്നും, അഥവാ സ്പെയിനിൽ നിന്നും. എന്നിട്ട് അപ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വളരെ വിദൂരതയിൽ നിന്നാണല്ലോ നിങ്ങൾ വരുന്നത്, പക്ഷേ ഞാൻ ഇപ്പോൾ അകപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സഹിക്കുന്ന പ്രയാസം നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് ദർസ് എടുക്കാൻ കഴിയില്ല, ഹദീസ് പഠിക്കാൻ കഴിയില്ല, എന്ത് ചെയ്യാനാണ്? വളരെ ഖേദത്തോടുകൂടി ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി ആലോചിച്ച് അദ്ദേഹം പറയുന്നു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത്രമാത്രം ത്യാഗം സഹിച്ച ആളല്ലേ, നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് വന്നത്, അതുകൊണ്ട് ഹദീസ് പഠിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ ദിനേന നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു യാചകനെ പോലെ വരാം. ഒരു യാചകനെ കുറിച്ച്, യാചകനാന്ന് പറയുമ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവില്ല. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെങ്കിൽ, നിങ്ങൾ എൻ്റെ അടുത്ത് യാചകനായി വരികയാണെങ്കിൽ ആ പള്ളിയിലേക്ക് പോയി ദർസിൽ പങ്കെടുക്കാൻ പാടില്ല, രണ്ടിലും പോയ കള്ളി പൊളിച്ചെത്താവും. മഹാനായ ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ ഒരു യാചകന്റെ വേഷം കെട്ടി, കയ്യിൽ ഒരു വടിയെടുത്തു, എൻ്റെ തല ഞാൻ മറച്ചു, എന്നിട്ടൊരു യാചകനെ പോലെ ദിയേന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിൽ പോയി വാതിൽക്കൽ പോയി മുട്ടും. എന്ന് പറയും, റജുലുൻ മിസ്കീൻ, ഒരു മിസ്കീനാണ്, പലവും തരണേ എന്ന് പറഞ്ഞ് യാചിക്കുന്ന മട്ടിൽ കുറച്ചു നേരം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിലേക്ക് കയറിയിരുത്തും. 1 2 ഹദീസോ ഇങ്ങനെ ലഭിക്കും. അദ്ദേഹം പറയുന്നു, 300ഓളം ഹദീസുകൾ എനിക്ക് അങ്ങനെ ലഭിച്ചു എന്നാണ്. 300ഓളം ഹദീസുകൾ ലഭിച്ചു. ആ ചാരിതാർത്ഥത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു എന്ന് മഹാനായ ബഖീ ഇബ്നു മഖ്ലദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇന്ന് ഈ ഖുർആൻ ക്ലാസും ഹദീസ് ക്ലാസും പഠിക്കുന്ന കേൾക്കുന്ന നിങ്ങളും ഞാനുമൊക്കെ ഒരു ഹദീസ് നമ്മളെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല എങ്കിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറായോ? എത്ര രക്ഷിതാക്കളുണ്ട് എൻ്റെ മോൻ അറബി കോളേജിൽ പോകട്ടെ എന്ന് തീരുമാനമെടുത്തവർ? നിങ്ങൾ സ്വന്തം ചോദിച്ചു നോക്ക്. എൻ്റെ മോൻ ഖുർആൻ പഠിക്കട്ടെ, ഹദീസ് പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പഠിക്കുന്ന മോനെ അറബി കോളേജിലേക്ക് പറഞ്ഞയച്ച്, ഹദീസ് പഠിക്കാൻ പറഞ്ഞയച്ച്,
ഖുർആൻ ഹിഫ്ലാക്കാൻ പറഞ്ഞയച്ച എത്ര രക്ഷിതാക്കന്മാരുണ്ട്. അപ്പോഴാണ് നമ്മളൊക്കെ ഹദീസിന് കൊടുത്ത സ്ഥാനം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് ഈ മഹാന്മാരെ താബിഈങ്ങളും മുൻഗാമികളും ഒക്കെ ഹദീസ് പഠിക്കാൻ വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എത്രമാത്രമാണ് എന്ന് മനസ്സിലാകുന്നത്. സഹോദരങ്ങളെ, ഇനിയും നിരവധി അനവധി ചരിത്രങ്ങളുണ്ട്. അബൂ ഹാത്തിമുർ റാസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിജ്റ 277 വഫാത്തായ അബൂ ഹാത്തിമുർ റാസി, അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബൂ ഹാത്തിമുർ റാസി. ജർഹ് വ തഅദീൽ എന്ന് പറയുന്ന 4 വാല്യമുള്ള വളരെ വലിയ പ്രശസ്തമായ ഗ്രന്ഥം എഴുതിയ അയാളുടെ വ്യക്തിത്വം. അദ്ദേഹം മരണത്തിന്റെ വക്കോളം എത്തി. മദീനയിൽ യാത്ര ചെയ്യുന്നു. ചെങ്കടൽ താണ്ടി ഈജിപ്തിലേക്കാണ്. 3 മാസക്കാലം യാത്ര. ഭക്ഷണം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മരുഭൂമിയിലൂടെ യാത്ര. കയ്യിലൊന്നുമില്ല. ഒരു കൂട്ടത്തിൽ 3 ആളുകളാണ്. ഒന്നാമത്തെ ആള് ബോധം കെട്ടു വീണു. രണ്ടാമത്തെ ഇദ്ദേഹം ബോധം കെട്ടു വീണു. മൂന്നാമത്തെ ആള് മുന്നോട്ട് നടന്ന അവസാനം കപ്പലിലുള്ള ചില ആളുകളെ കണ്ടു. അള്ളാഹുവിന്റെ അപാരമായ കൃപയാൽ അവർ രക്ഷപ്പെട്ട എത്രയോ ചരിത്രങ്ങൾ. ഇങ്ങനെ മുൻകാലത്ത് ഹദീസ് പഠിക്കാൻ വേണ്ടി സലഫുകൾ ചെയ്ത ത്യാഗം നമ്മൾ പരിശോധിച്ച നിരവധിയാണ്. ഇങ്ങനെയുള്ള ഹദീസ് നിസാരവൽക്കരിക്കാനുള്ളത് പ്രമാണമാണ്. ആ ഹദീസിൽ സ്വീകാര്യോഗ്യമായ വന്നത് അത് സഹീഹാണ്. നമ്മളെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ശരി, ആ ഹദീസിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹദീസ് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം. ഹിഫ്ലാക്കാൻ തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.